പി ജി, ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ചില അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ അപ്രിയ സത്യങ്ങൾ കേരളത്തിൽ വാസ്തവത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും ഇൻവെർട്ടർ കോമയ്ക്ക് ഉള്ളിൽ നിർത്തിക്കൊണ്ട് വളരെ സൗമ്യമായ വാക്കുകൾ അല്ലെങ്കിൽ ഒളിപ്പിച്ച വാക്കുകൾ കൂടി മാത്രം കടത്തി പറയേണ്ട ചില കാര്യങ്ങളാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുള്ളത്. പക്ഷേ പറയാതെ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കേരളമുള്ളത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം രാജിവെച്ച് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്നുള്ള ചർച്ചയാണല്ലോ. ഇവിടെ ഇപ്പോ ഞാൻ സൂചിപ്പിക്കുന്ന ശ്രീ ബഹുമാനായിട്ടുള്ള കെ എൻ എ ഖാദറുണ്ടോ, അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെയും മുന്നണിയുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. പി കെ കുഞ്ഞാലിക്കുട്ടി UDFന്റെ ഏത് താല്പര്യമാണ് സംരക്ഷിച്ചിട്ടുള്ളത്? ഇതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടി വരുമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുന്നണിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വലിയ പാർട്ടിയാണല്ലോ, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ആ മുന്നണിയിലെ മുതിർന്ന പാർട്ടിയായിട്ടുള്ള UDFിലെ മുതിർന്ന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര തർക്കം വന്നപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് പ്രശ്നം വന്ന സമയത്ത് കെ കരുണാകരന്റെ ചാരക്കേസിന്റെ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വലിച്ചു താഴെയിടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് ശൃഗാല തന്ത്രം മെനങ്ങിയയാളാണ് കുഞ്ഞാലിക്കുട്ടി. അന്നത്തെ ഏഷ്യാനെറ്റിന്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ചേർന്നിരിക്കുന്ന ചിത്രങ്ങൾ ഏഷ്യാനെറ്റിന്റെ ആർക്കൈവ്സിൽ ഉണ്ടായിരിക്കുമല്ലോ, ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കുന്ന അല്ലെങ്കിൽ മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കുന്ന ഒരു നയചാതുരിയുള്ള ഒരു നയതന്ത്രജ്ഞനായിരുന്നില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി, മറിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാനത്തെ ഹിന്ദു മുഖ്യമന്ത്രിയെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുള്ള ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം കോൺഗ്രസിന് കേരളത്തിൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ആ സമയത്ത് കെ കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടത്തെ ഇവിടെ നേരത്തെ ശ്രീ ഖാദർ സാഹിബ് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് സൂചിപ്പിച്ചത് മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കുന്നയാളെന്നാണ്. അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് ഹിന്ദു മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ വേണ്ടി കൂട്ടുനിന്നയാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അതൊരു അപ്രിയ സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അങ്ങ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഇതിനെ ഒരു ഖിലാഫത്തായിട്ട് വിശേഷിപ്പിച്ചു? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സമുദായം എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? എന്തിനാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കൃത്യമായും പരസ്യമായിട്ടും മുസ്ലിം ലീഗിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചത്? കൃത്യമാണ്. കാരണം പാണക്കാട് കുടുംബത്തിലെ സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൽ ഹാഗിയ സോഫിയയുമായി ബന്ധപ്പെട്ട് തുർക്കിയിലെ ഒരു ക്രൈസ്തവ ദേവാലയം അതിനെ വലിയ മ്യൂസിയമാക്കി മാറ്റി, അതിനെ ഒരു മുസ്ലിം ദേവാലയമാക്കി മാറ്റിയിട്ടുള്ള അവിടുത്തെ ഒരു ജിഹാദിയായിട്ടുള്ള അവിടുത്തെ പ്രസിഡന്റ് എർദോഗനെ ന്യായീകരിച്ചുകൊണ്ട് ചന്ദ്രികയിൽ ലേഖനം എഴുതുകയാണ്. വലിയ മതേതരത്വത്തിന്റെ കാവലാളുകളും ഒക്കെയായി പ്രകീർത്തിക്കപ്പെടുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്നാണ് ഇത്തരമൊരു ലേഖനം വരുന്നത്. അപ്പൊ അത്തരമൊരു ലേഖനം വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് വാസ്തവത്തിൽ ഖിലാഫത്തിന് സമാനമായിട്ടുള്ള നിലപാടാണെന്ന് പറയേണ്ടി വരും. കാരണം കൃത്യമായിട്ടും തുർക്കിയിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ഇവിടെ ഖിലാഫത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ ഖിലാഫത്ത് എന്ന് വിശേഷിപ്പിക്കൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേരളത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്താ? അദ്ദേഹം ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിക്കെതിരെ യുദ്ധം നയിക്കാൻ പോയതാണല്ലോ. എന്തേ യുദ്ധം പാതി വഴിക്ക് നിർത്തിയോ? പുരുഷന്റെ യുദ്ധമൊക്കെ അവസാനിച്ചോ ഡൽഹിയിൽ? എന്തിനാ തിരിച്ചു വരുന്നത്? അപ്പൊ തിരിച്ചു വരുന്ന മറ്റൊന്നിനുമല്ല, കേരള രാഷ്ട്രീയത്തിൽ അധികാര കേന്ദ്രമായിക്കൊണ്ട് വീണ്ടും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ചില ബ്രോക്കറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ മലപ്പുറം ജില്ലയിലെ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എല്ലാ കാലത്തും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രവും കോണി ചിഹ്നവും വെച്ച് വോട്ട് ചെയ്യുന്നവരല്ല എന്ന് മനസ്സിലാക്കണം. 2004 തെരഞ്ഞെടുപ്പിൽ KPA മജീദിന് സംഭവിച്ചതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സംഭവിക്കാൻ പോവുകയാണ്. ഇതാണ് നടക്കാൻ പോകുന്ന കാര്യം. ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞ ഒരു കാര്യത്തിന്റെ തുടർച്ച കൂടി പറയാം. അദ്ദേഹം പറഞ്ഞത് കെ കരുണാകരന്റെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം AK ആന്റണിയെ കൊണ്ടുവന്ന് തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, അന്ന് AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് അന്നത്തെ സാഹചര്യം കൊണ്ട് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പിന്നീട് AK ആന്റണി ഒരിക്കൽ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ആരായിരുന്നു? പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നില്ലേ? മുസ്ലിം ലീഗ് തന്നെയായിരുന്നില്ലേ? എന്തായിരുന്നു കാരണം? AK ആന്റണി അന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, ആ പ്രസ്താവന ഇന്നും AK ആന്റണി പിൻവലിച്ചിട്ടില്ലല്ലോ. ആ പ്രസ്താവനയിൽ ഇപ്പോൾ ലീഗിന്റെ നിലപാടെന്താ? അതേ കാര്യമല്ല ഇപ്പൊ ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് AK ആന്റണി എന്താണോ പറഞ്ഞത് അതാണല്ലോ ഇപ്പൊ ക്രൈസ്തവ സഭകളും ആശങ്കയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിന്റെ പേരിലാണല്ലോ AK ആന്റണിയെ വലിച്ച് താഴെയിടുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. ലീഗിന്റെ അന്ത്യശാസനം കൊണ്ടാണല്ലോ AK ആന്റണിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നത്. അപ്പൊ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. ഈ മുസ്ലിം ലീഗിന്റെ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഒരു പുറമൂടി മാത്രമാണ്, ഒരു മുഖംമൂടി മാത്രമാണ്. ഒന്നാന്തരം വർഗീയ കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ റിയാസ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, മതരാഷ്ട്രവാദത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം ലീഗ് ഇവിടെ മതരാഷ്ട്രവാദികൾ വാസ്തവത്തിൽ ആരാ? മുസ്ലിം ലീഗ് തന്നെയല്ലേ? ഈ മുസ്ലിം ലീഗിനെ മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ അകറ്റി നിർത്തിയിരുന്നു കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ വിളിച്ചത് ചത്ത കുതിര എന്നായിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ആരും തൊടാതിരുന്ന മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് മാന്യത നേടിക്കൊടുത്തത് ആരാണ്? മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മാന്യത നേടിക്കൊടുത്തത് ആരാണ്? 65ലും 67ലും സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്ത ആരാണ്? നിങ്ങളല്ലേ? CPM അല്ലേ ചെയ്തത്?
അപ്പൊ ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ മാന്യത ഉണ്ടാക്കി കൊടുത്തവർ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിലെങ്കിലും റിയാസിന് ധൈര്യമുണ്ടോ? മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നൊന്ന് തുറന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ പറയുന്നില്ലല്ലോ. ഇപ്പോ 4 പഞ്ചായത്ത് സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസിനെ വരെ വിളിച്ച് അകത്ത് അഴിമതിക്കാരനാണെന്നും നോട്ടെണ്ണുന്ന മെഷീൻ വീട്ടിലുണ്ടെന്നും പറഞ്ഞിരുന്ന ആളുടെ പാർട്ടിയെ തന്നെ കൊണ്ടുപോയി ഇപ്പൊ മുന്നണിയിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ 4 പഞ്ചായത്ത് സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസുമായി സഖ്യം ചേരാൻ മടിയില്ലാത്ത CPM ഈ ഇലക്ഷൻ കഴിഞ്ഞ് 4 സീറ്റിന്റെ കുറവുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോയി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കുഞ്ഞാലിക്കുട്ടി LDFിലേക്ക് എടുക്കില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടാവില്ല. 4 സീറ്റിന്റെ കുറവുണ്ടായാൽ മതി, തീർച്ചയായിട്ടും LDF കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെ LDFിലേക്ക് എടുക്കും. ഒരു തർക്കക്കാര്യമാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന സുചിന്തിതമായിട്ടൊരു അഭിപ്രായം ഇപ്പോൾ CPMനുണ്ടോ? 1. 2, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ മുന്നണിയിൽ ഉൾപ്പെടുത്തി മന്ത്രിസ്ഥാനം കൊടുത്ത് മാന്യത കൊടുത്തത് CPM അല്ലേ? സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നണിയിലെടുത്ത് മാന്യത കൊടുത്തത് ആരാണ്? CPM അല്ലേ? നിങ്ങൾ ലീഗുമായി സഖ്യം ചേർന്നിട്ടില്ലേ? ലീഗുമായി മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവച്ചിട്ടില്ലേ? ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അന്ന് ലീഗ് സ്വർഗീയമായിരുന്നോ? ഇന്ന് ലീഗ് വർഗീയമായി മാറിയതാണോ? പിന്നെ ലീഗ് നാളെ മുസ്ലിം ലീഗ് LDFിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടെ നിങ്ങൾ ജോസ് കെ മാണി അല്ലെങ്കിൽ നമ്മുടെ മാണി ഗ്രൂപ്പിനെ എടുത്തപ്പോ 4 പഞ്ചായത്ത് സീറ്റിന് വേണ്ടി നിങ്ങൾ അവരെ ക്ഷണിച്ചില്ലേ? അതുപോലെ നാളെ ലീഗിനെ ക്ഷണിക്കില്ല, നാളെ ലീഗിനെ LDFിലേക്ക് കൊണ്ടുവരില്ല എന്ന് എങ്ങനെയാ നിങ്ങൾക്ക് ഉറപ്പിച്ച്